വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ HSST കോമേഴ്സ് എക്സാമിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പുതുവർഷമൊക്കെ ആയി. എല്ലാവർക്കും ഈ ഒരു എക്സാം എന്തായാലും നേടിയെടുക്കണം എന്നുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവണം. നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവരുടെയും ഉള്ളിലൊരു സംശയമാണ്, നമുക്ക് കിട്ടുമോ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാകുമോ അങ്ങനെയുള്ളൊരു സംശയത്തോടു കൂടിയാണ് എല്ലാവരും പഠനത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സംശയം മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കഠിനാധ്വാനം ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് കാര്യം. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല നമ്മുടെ ഒരു ഇതിലല്ല നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവരും പഠിക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെന്ന്. അപ്പോൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ മതി, അതിലേതൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത്. കുറേയൊക്കെ നമുക്ക് HSST കോമേഴ്സിൻ്റെ സിലബസിലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിനും വരാറുണ്ട്. മെയിനായിട്ട് ഇവിടെ അക്കൗണ്ടിങ് നന്നായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഈ HSST കോമേഴ്സിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രയോജനപ്രദമായിരിക്കും. അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് ഞാൻ തീർച്ചയായിട്ടും തരുന്നതാണ് ഡിവിഷണൽ അക്കൗണ്ടിങ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് റിസർച്ച് മെത്തഡോളജി, വാട്ട് ഈസ് റിസർച്ച് എന്നുള്ള കാര്യമായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് നോക്കാം വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച്. നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? Yes, it is for development of our knowledge. Then contribute new information that might never be discovered. അതായത് ഇതിനു മുൻപ് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഇൻഫോർമേഷൻസ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, അല്ലേ? നമ്മളിതിന് മുൻപൊന്നും ഡിസ്കവർ ചെയ്യാത്ത, നമുക്കറിയാത്ത ഒരുപാട് ഫാക്ട്സാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ജനറലൈസേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ജനറലൈസ് ചെയ്യാൻ പറ്റുന്നത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെയാണ്. വെരിഫൈ എക്സിസ്റ്റിംഗ് നോളജ്, ഫാക്ട്സ് ആൻഡ് തിയറി. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. അതുപോലെ ഫാക്ട്സ്, തിയറീസ് എല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് തന്നെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെയാണ്. ഇറ്റ് വിൽ ഗൈഡ് ഇൻ സോഷ്യൽ പ്ലാനിങ്, അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ലൈഫ്. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ലൈഫ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. And it will also help the welfare of humanity and assist the industrial concern. It is considered as a basis for government policies also. ഗവൺമെൻറ് പോളിസീസിൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം നമുക്ക് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം. ദെൻ വിച്ച് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്വാളിറ്റി ഓഫ് എ ഗുഡ് റിസർച്ച്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റി ഓഫ് എ ഗുഡ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇതിൽ വരുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ്. ഇറ്റ് ഷുഡ് ബി പെർഫോംഡ് ഇൻ എ സ്പെസിഫൈഡ് മാനർ. അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു മാനറിലാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ആണ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ പർപ്പസ്ഫുൾ. Purpose should be clearly defined. For what purpose we are conducting the research, that purpose should be clearly defined and the work should be directed to it. Then only we can easily conduct the research. For doing the research, we should understand what is the purpose of conducting this research. That is very important in a research study, അല്ലേ? അപ്പോൾ we can say that research is systematic and we can also say that research is purposeful. Then logical. Logical means it must be guided with logical rules and regulations. The research we conducted must be guided with certain rules, logical rules and principles, etc. Then empirical.
ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ എംപെരിക്കൽ ഫാക്ട്സ്. റിസർച്ച് എപ്പോഴും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹ്യൂമൻ ലൈഫിലും അതുപോലെ തന്നെയാണ് അല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതാണ് കുറവായിട്ടുള്ളത് അല്ലേ. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുന്നവർ കുറവാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഗ്രോത്ത് കുറയും അല്ലേ. ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു മോട്ടിവേഷൻ കിട്ടുന്നതും നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ നമുക്ക് സപ്പോർട്ടഡ് ഫാക്ട്സ്, റിസർച്ചിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്. നമുക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എംപിറിക്കൽ. എംപിറിക്കൽ മീൻസ് സപ്പോർട്ടഡ് ബൈ എംപിറിക്കൽ ഫാക്ട്സ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റെപ്ലിക്കബിൾ മീൻസ് ദ റിസൾട്ട് ഷാൽ ബി വെരിഫിയബിൾ. നമുക്ക് വീണ്ടും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ടാണ് വെരിഫയബിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഹണ്ടർ ഓഫ് ട്രൂത്ത് ആൻഡ് നോളജ്. ദെൻ അലേർട്ട്. ഇറ്റ് ഷുഡ് ബി റിക്കഗ്നൈസ്ഡ് ഈച്ച് ആൻഡ് എവരി ട്രെൻഡ്സ്. അലേർട്ട് ആയിരിക്കണം. എപ്പോഴും ഒരു റിസർച്ച് പേഴ്സൺ അലേർട്ട് ആവണം എന്ന് പറയും അല്ലേ. പിന്നെ പവർ ടു അണ്ടർസ്റ്റാൻഡ്. വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ്. അതായത് റിസർച്ച് മെത്തഡോളജിയിൽ നല്ല എഡ്യൂക്കേറ്റഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ്. ഇപ്പം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണത് അല്ലേ. റിസർച്ചിൻ്റെ കേസിലും സെയിം ആണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സക്സസ് ആൻഡ് ഫെയിൽ. ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക്. നമുക്കത് ഒരു കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ദീസ് ഓൾ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. അപ്പം ക്വാളിറ്റീസ് എക്സാമിന് സാധാരണ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്വാളിറ്റി ഓഫ് എ ഗുഡ് റിസർച്ച്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് പ്രയോജനപ്പെടും. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് സബ്ജക്റ്റ് മാറി മാറി എടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോയാൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റിസർച്ച് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇനിയും ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് HSST കോമേഴ്സിന്. അപ്പോൾ വേറെ സബ്ജക്റ്റിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ സൗകര്യത്തിന് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അല്ല റിസർച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിനുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഇനിയും നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.